ബഹുമാനാദരം നിറഞ്ഞ തങ്ങളവറുകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് കന്മനം മേടിപ്പാറ മിസ്ബാഹ് സുബിയാൻ നിസ്കാരപ്പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർഷക്കാലമായി നടന്നു വരുന്ന മജ്‌ലിസുന്നൂർ ആത്മീയ സദസ്സിന്റെ വാർഷിക ദുആ സമ്മേളന സദസ്സിലാണ്. നമുക്കറിയാം, നമ്മുടെ കാളിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം മഹല്ലുകൾ തോറും നടത്തി വരാറുള്ള അല്ലെങ്കിൽ നടത്തി വരുന്ന ഈ മജ്‌ലിസുന്നൂർ നമ്മളെ മഹല്ലിലും പല സ്ഥലങ്ങളിലായിട്ട് നടന്നു വരികയാണ്. ഈ മജ്‌ലിസുന്നൂറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, പല നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായിട്ടുള്ള ഒരു ആത്മീയ സദസ്സാണ് മജ്‌ലിസുന്നൂറിന്റെ സദസ്സ്. ഇവിടെ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നിവിടെ സദസ്സ് നമ്മൾ ആരംഭിച്ചത് മജ്‌ലിസുന്നൂറിലൂടെയാണ്. ഈ മജ്‌ലിസുന്നൂറിന്റെ നേതൃത്വം നിർവഹിച്ചിട്ടുള്ളത് കന്മനം മഹല്ല് മുദരിസ് സിദ്ദീഖ് മിസ്ബാഹി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മജ്‌ലിസുന്നൂർ വാർഷികവും മതപ്രഭാഷണവും ദുആ സമ്മേളനത്തിനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കാലിക പ്രസക്തമായ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് മുമ്പിൽ പ്രസംഗിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം അവരുകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഭക്തി നിർഭരമായിട്ടുള്ള ദുആ മജ്‌ലിസ്, ദുആക്ക് നേതൃത്വം നൽകുന്നത് സയ്യിദ് അബ്ദുൽ ഗഫൂർ തങ്ങൾ പടപ്പറമ്പാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സയ്യിദ് വാബുട്ടി തങ്ങൾ വരമ്പനാല, മുഹമ്മദ് മുസ്ലിയാർ പാണ്ടിക്കാട്, എ കെ ഹമീദ് മാസ്റ്റർ, മുഹീദ്ദീൻ മുസ്ലിയാർ, എ കെ മുജീബ് റഹ്മാൻ, അബ്ദുറഹ്മാൻ അജി. അതിലുപരി ഈ സദസ്സ് ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കാരണവന്മാർ, സഹോദരന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷംസുദ്ദീൻ ആയപ്പള്ളിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാണക്കാട് സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം, വേദിയിലിരിക്കുന്ന മറ്റ് പ്രഗത്ഭ വ്യക്തികളെ, ഹമീദ് മാഷ് പോലുള്ള വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹസമ്പന്നരായ കാരണവന്മാരെ, കൊച്ചനുജന്മാരെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ
സമയമല്ല, അതിപ്പോൾ ഉചിതവും അല്ല. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നുമില്ല. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശാനുസരണം മഹല്ലുകളിൽ 5000-ഓളം മഹല്ലുകളിൽ 5000-ഓളം സ്ഥലങ്ങളിലായിട്ട് മജ്ലിസ് നൂർ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ സദസ്സ് ഒരു വർഷമായിട്ട് കർമ്മമേടി പാറൻസ്കാർ പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് തീർത്തും പള്ളി കമ്മിറ്റിയുടെ കീഴിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഒരു ആത്മീയ സദസ്സാണ്. വല്ല സംഘടനാ താല്പര്യങ്ങളോ മറ്റൊന്നും ഇതിൻ്റെ പേരിലില്ല. അതിന് സംഘടനാ താല്പര്യത്തിൽ മൈലേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇതിൻ്റെ ആ രൂപത്തിൽ തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവണ്ട. ഇത് തീർത്തും നമ്മുടെ പൂർവികമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഉമ്മമാരും ഒക്കെ ഓതിപ്പോന്നിരുന്ന ഒന്നാണ്. വളരെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവുന്ന നല്ല ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കൊന്നും ഞാനതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കൊന്നും പോകുന്നില്ല. ആ ഒരു സാമൂഹികമായിട്ട് ആ ഒരു കാര്യം ഉണർത്തി എന്ന് മാത്രം ഈ ആത്മീയ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങളെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്വദഖല്ലാഹുൽ അലീം. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ സയ്യിദുനാ അബ്ദുൽ ഗഫൂർ തങ്ങൾ, ബാവുട്ടി തങ്ങൾ, വേദിയിലെ സാദാത്യങ്ങളെ, ഇന്നത്തെ യോഗാധ്യക്ഷൻ ഷംസുദ്ദീൻ ആയപ്പള്ളി, മഹല്ല് സെക്രട്ടറി ഷംസുദ്ദീൻ ആയപ്പള്ളി, മുഖ്യ പ്രഭാഷകൻ, സുപ്രസിദ്ധ വാഗ്മി, കേരളത്തിലുടനീളം ഓരോ ദിനം പ്രചരണം നടത്തുന്ന ഷമീർ ധാരിമി കൊല്ലം, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ടൊരു കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലായി മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ ഇങ്ങനെ ഒരു വാർഷികം സംഘടിപ്പിച്ചു. മജ്ലിസുൻ നൂറിന്റെ വാർഷികം. ബദരീങ്ങളെ കുറിച്ച് റളിയല്ലാഹു അൻഹു കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. എന്തിനാണ് ബദരീങ്ങള് അവർ യുദ്ധം ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ബദറിൽ പങ്കെടുത്തത്, എന്താണ് നമ്മൾ അവരെ ഓർത്തതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പുണ്യം, ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നര ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. ധാരാളം മതങ്ങൾ നമ്മുടെ ദുനിയാവിൽ പ്രപഞ്ചത്തിൽ കാണാം. അതുപോലെ മതമല്ല ഇത്. അല്ലാഹുവിന്റെ മതമാണ്, സൃഷ്ടാവിന്റെ മതമാണ്. എങ്ങനെ സൃഷ്ടികൾ ജീവിക്കണം എന്നതിന് അതിർവരമ്പുകളും വിശദീകരണങ്ങളും അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. 1.25 ലക്ഷം പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തു. അവരെ ആകാശലോകത്ത് നിന്ന് ഇറക്കിയതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു വഹി നൽകുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാർ, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ പൂർണ്ണമായി. ഈ 1.25 ലക്ഷം പ്രവാചകന്മാർ എല്ലാവരും പ്രബോധനം ചെയ്ത ദീനുൽ ഇസ്ലാമാണ്. ശരിയാവത്തോടെ വ്യത്യാസമുണ്ടായിരുന്നു. സർവ പ്രവാചകരും ഒരേ ആശയത്തിലേക്കാണ്, തൗഹീദിലേക്ക്. അല്ലാഹു ഒന്നേ ഉള്ളൂ. അധികാരം രണ്ടില്ല, അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. അവൻ സ്വമതാണ്, അവൻ ഇലാഹാണ്, റബ്ബാണ്. ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാർ പ്രബോധനം നടത്തുമ്പോൾ അവിടുത്തെ അനുയായികളിൽ അവിടുത്തെ സമൂഹം ചോദിക്കുന്നു, നീ പ്രവാചകനാണെന്നതിന് എന്ത് തെളിവ്? അല്ലാഹുവിന് അമാനുഷികമായ കഴിവുകൾ നൽകുന്ന മുഅ്ജിസത്ത് എന്ന് പറയുന്നു. മരിച്ച ആളെ കൊണ്ട് ഇതില്ല എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ്
ഈസാ നബി അലൈഹിസ്സലാം മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് ജനങ്ങളോട് വായിക്കുമ്പോൾ നീ പ്രവാചകനാണെന്ന് തെളിവ് ഇന്ന് ആകാശലോകത്തിന് ഭക്ഷണത്തളികൾ ഇറക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നീ മരിച്ചാളെ ജീവിപ്പിക്കുക, ഇതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. എന്നാലും അവർ പറയും സിഹറാണ്, കൺകെട്ടാണ്. അള്ളാഹു നിശ്ചയിച്ച എല്ലാ 1.4 ലക്ഷം പ്രവാചകന്മാരുടെയും ചുമതല വെവ്വേറെയാണ്. ഓരോ ഗോത്രങ്ങളിലേക്ക്, ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഇസ്രായേൽ, ഇങ്ങനെ ഓരോ വിഭാഗത്തിലേക്ക് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു, ഓരോ നിയന്ത്രണങ്ങൾ വെച്ചു. എന്നാൽ ശരീഅത്തിന് ഭേദഗതി ചെയ്യപ്പെടാത്ത രീതിയിൽ, ഇനി ഒന്നും കൂട്ടിച്ചേർക്കുവാനോ കുറക്കാനോ ഇല്ലാത്ത രീതിയിൽ സമ്പൂർണ്ണമാവണം. അതിന് ആരെ അള്ളാഹു നിശ്ചയിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുക്കും. പൂർവിക പ്രവാചകന്മാരുടെ ശരീഅത്തും നമ്മളും വ്യത്യാസങ്ങൾ ഒരുപാട്. നോക്കൂ നിങ്ങൾ, അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാമിന്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം പരിശോധിച്ചാൽ, ഹവ്വാ ബീവി ഇരട്ട കുട്ടികളെയായിരുന്നു ഗർഭം ധരിച്ചിരുന്നത്. ഓരോ പ്രസവത്തിലും ആൺ പെൺ കുഞ്ഞുങ്ങൾ. ആദ്യ പ്രസവത്തിലെ ആൺകുഞ്ഞ് രണ്ടാം പ്രസവത്തിലെ പെൺകുഞ്ഞിനെ നിക്കാഹ് കഴിക്കുന്നു. സ്വന്തം പങ്കളെ നമുക്കിത് നിഷിദ്ധമാണ്, ഹറാമാണ്. അത് ആര് നിഷിദ്ധമാക്കി? ശാരിഅ തന്നെ. ആരാണ് ശാരിഅ? അല്ലാഹു. നിയമങ്ങൾ ഉണ്ടാക്കുന്ന, ശരീഅത്ത് ഉണ്ടാക്കിയ ശാരിഅയായ അല്ലാഹുവിനെ തന്നെ വികാര വിചാരങ്ങളെ മാറ്റിമറിച്ചിട്ട് മനുഷ്യ വ്യാപനത്തിനും പ്രചരണത്തിനും അങ്ങനെയാണ് അല്ലാഹു ശരീഅത്ത് നിശ്ചയിച്ചത്. അതിലാർക്കും ചോദിക്കാൻ അവകാശമില്ല. ഇങ്ങനെ പ്രവാചകന്മാർക്ക് ഓരോ ഘട്ടങ്ങൾ, ഓരോ ഗോത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത ശരീഅത്തും മാറ്റമൊക്കെ പറഞ്ഞു വെച്ചു. ഇനി ഇത് പൂർണ്ണമാവണം, ഇനി ഇതിനൊരാളെ പറഞ്ഞേക്കാൻ പറ്റില്ല. അതിന് അല്ലാഹു നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തു. തങ്ങൾ ജീവിച്ച ആ കാലഘട്ടം വളരെ ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. തൊട്ട് മുമ്പ് അതിനെക്കുറിച്ച് ശാസ്ത്രം അല്ലെങ്കിൽ ലോകത്തിലെ സർവ്വ ചരിത്രകാരന്മാരും ഏകോപിച്ച് പറയുന്നു, അവര് ഡാർക്ക് ഏജ്, വളരെ ഇരുണ്ട യുഗം തന്നെ. ഇന്ന് ആധുനിക യുഗത്തിൽ ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്നു, ആണും പെണ്ണും ഒരുപോലെ ജീവിക്കണമെന്ന്. ഈ പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അധികാരം ഇസ്ലാമാണ് നൽകിയത്. പെണ്ണാണെന്ന് തുറന്ന കുഞ്ഞ് പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം